Okay. What about our last class? നമ്മൾ എന്താണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്? ഫിക്ഷൻ ഫ്രണ്ട്സ് ആണല്ലേ? ഫിക്ഷൻ ഫ്രണ്ട്സ് ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അല്ലേ, എന്താണ് ഒരു റിപ്ലൈയും ഇല്ലാത്തത്? കേൾക്കാൻ പറ്റുന്നില്ലേ? Can you hear me? Yes. Okay. അപ്പൊ ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ടീച്ചറെ എന്താണ്? ആരാണ്? ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? പോലെ മിസ് പറയുന്നത് കേൾക്കുന്നില്ല. എന്തോ എരപ്പ് പോലെ. മിസ് പറയുന്നത് കേൾക്കുന്നില്ല, എരപ്പ് പോലെയാ. ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ കേൾക്കാവോ? No. I don't know what happened. Everything okay here, but I don't know what happened. ഇപ്പോഴും ഉണ്ടോ പ്രോബ്ലം? ഇപ്പൊ കേൾക്കാമോ? എത്ര പേർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഓക്കെ, അപ്പോ എഡ്വിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. എഡ്വിൻ, ബാക്കി എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എഡ്വിൻ ഹെഡ്സെറ്റ് ഒന്ന് അഴിച്ചു നോക്കിയേ. എഡ്വിൻ, പ്ലീസ് വെയിറ്റ്. എഡ്വിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, പറഞ്ഞു എഡ്വിൻ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് അങ്ങനെ ക്ലിയർ ആയിരുന്നില്ല. ക്ലിയർ ആകുന്നില്ല അല്ലേ? എഡ്വിൻ ഹെഡ്സെറ്റ് ഒന്ന് അഴിച്ചു നോക്കിയേ മോനെ, ചിലപ്പോ കേൾക്കാൻ പറ്റുമായിരിക്കും. I don't know what's the problem. Okay, let us start. ടീച്ചർ ഇപ്പൊ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുള്ളൂ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എത്ര പേർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്? ഓക്കെ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വാട്ട് അബൌട്ട് അവർ ലാസ്റ്റ് ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഫിക്ഷൻ ഫ്രണ്ട്സ് ആണല്ലേ? അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പോ ഈ ചാപ്റ്ററില് നോക്കുക എല്ലാരും. ലുക്ക് അറ്റ് ദിസ് വേൾഡ് മാപ്പ് അല്ലേ? അവിടെ ഒരു വേൾഡ് മാപ്പിന്റെ പിക്ചർ ഉണ്ടല്ലേ? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കോണ്ടിനെന്റ്സ് ആൻഡ് ദ ഓഷ്യൻസ്. മാർക്ക് ഓൺ ഇറ്റ്. ചൂസ് ഫ്രം ദ ബോക്സ് അല്ലേ? എന്താണത്? വാട്ട്സ് ദാറ്റ്? There's picture. What is that? What picture is this? Benito, what is this? That's the world map അല്ലേ? Picture of world map. Okay. World map. Okay, world mapന്റെ ഒരു പിക്ചർ ആണല്ലേ? അപ്പൊ അതിൽ എന്താണ് പറയുന്നത് വെച്ചാല് ലുക്ക് അറ്റ് ദിസ് വേൾഡ് മാപ്പ് അല്ലേ? ഈ വേൾഡ് മാപ്പ് നോക്കുക. Then write the names of the continents and the oceans. അല്ലേ? സോഷ്യലിൽ പഠിക്കുന്നില്ലേ എല്ലാവരും? കോണ്ടിനെന്റ്സും ഓഷ്യനും എഴുതുക അല്ലേ? ഈ വേൾഡ് മാപ്പ് നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് കോണ്ടിനെന്റ്സ്, ഏതൊക്കെയാണ് ഓഷ്യൻസ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതുക അല്ലേ? അപ്പോ ബോക്സിൽ കുറെ നെയിംസ് കൊടുത്തിട്ടുണ്ടല്ലേ? ആരാ അതൊന്ന് വായിക്കുക? ബോക്സിൽ കൊടുത്തിട്ടുള്ള നെയിം. ഫാത്തിമത്ത് ഷഹ്മ, ഒന്ന് വായിച്ചേ മോളെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ മോളെ. The names in the box. ആ ബോക്സിലുള്ള നെയിംസ്. ഫാത്തിമത്ത് ഷഹ്മ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, റീഡ് ഇറ്റ്. ബുക്ക് എടുത്തില്ല.
ക്ഷമ വേഗം മോളെ, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഷമ റീഡ് ഇറ്റ്. ആ ബോക്സിലുള്ള നെയിം ഒക്കെ ഒന്ന് വായിക്കുക മോളെ. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, അറ്റ്ലാന്റിക്, പസഫിക്, ആർട്ടിക് and Indian. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ കേട്ടോ. ടെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ടെക്സ്റ്റ് എടുത്തിട്ട് മാത്രം ക്ലാസ്സിൽ ഇരിക്കുക. കോണ്ടിനെന്റ് എന്നുള്ള വേർഡിന്റെ മലയാളം എന്താണ്? വാട്ട് ഈസ് കോണ്ടിനെന്റ്സ് എന്നാണ്. ഇതിൽ നിന്ന് കോണ്ടിനെന്റ്സ് ഫൗണ്ട് ചെയ്ത് എഴുതാന്നാണ് പറയണത്. അപ്പൊ വാട്ട് ഈസ് കോണ്ടിനെന്റ്? ആർക്കും അറിയില്ല അല്ലെ? കോണ്ടിനെന്റ്സ് മീൻസ് മലയാളം മീനിങ് ഈസ് ഭൂഖണ്ഡം അല്ലെ? ഭൂഖണ്ഡങ്ങൾ എന്നാണ് പറയാ. A continent is one of the 7 main divisions of land അല്ലേ? ഭൂമി വേൾഡിലെ ലാൻഡിന് അല്ലേ? ലാൻഡ് ആൻഡ് വാട്ടർ എന്നാണല്ലേ ചാപ്റ്ററിന്റെ പേര്. അപ്പോ ലാൻഡും വാട്ടറും ആണ്. അപ്പോ ഭൂമിയിലുള്ള നമ്മുടെ എർത്തിലുള്ള നമ്മുടെ 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. അതിൽ നിന്ന് എ കോണ്ടിനെന്റ് മീൻസ് one of the 7 divisions of land അല്ലേ? ലാൻഡിന് 7 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് കോണ്ടിനെന്റ് അല്ലേ? അത് 7 കോണ്ടിനെന്റ്സ് ഉണ്ട് അല്ലേ? എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട് എർത്തില്? ടോട്ടൽ എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടല്ലേ? വാട്ട് ആർ ദേ? അറിയാമോ? 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടല്ലേ? Seven continents are there അല്ലേ? നമ്മുടെ എർത്തിനെ 7 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എർത്തിലുള്ള ലാൻഡിനെ, വാട്ടർ അല്ല. നമുക്കറിയാം നമ്മുടെ എർത്തില് ലാൻഡ് ഉണ്ട്, ദെൻ വാട്ടർ ഉണ്ട് അല്ലേ? അപ്പോ അവിടെയുള്ള ലാൻഡിനെ 7 കോണ്ടിനെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര കോണ്ടിനെന്റ്സ് ആണ്? ജൂലിയറ്റ്, എന്താണ് ജൂലിയറ്റ്? റോസ്, ഇഫ് എനി പ്രോബ്ലം there? No. Okay, listen here. Okay, അപ്പൊ നമ്മുടെ ലാൻഡിനെ എത്ര കോണ്ടിനെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ജൂലിയറ്റ്? 7. Okay, 7 കോണ്ടിനെന്റ്സ് ഉണ്ടല്ലേ? ഏതൊക്കെയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? നമ്മുടെ ഇന്ത്യ അല്ലേ? നമ്മളൊക്കെ താമസിക്കുന്ന ഇന്ത്യ ഏത് കോണ്ടിനെന്റിലാണ് എന്ന് അറിയാമോ? 7 കോണ്ടിനെന്റ്സിലും ഒരുപാട് കൺട്രീസ് ഉണ്ടല്ലേ? 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടെ എർത്തില് there are 7 continents അല്ലേ? A continent is one of the 7 divisions of land അല്ലേ? നമ്മുടെ എർത്തിലുള്ള ലാൻഡിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കോണ്ടിനെന്റിലാണ് നമ്മുടെ കൺട്രി ഒക്കെ ഉള്ളത്. അതുപോലെ എല്ലാ കോണ്ടിനെന്റ്സിലും ഓരോ കൺട്രീസ് ഒക്കെ ഉണ്ട്. Hey, what are you doing there? Listen here, okay? എല്ലാവരെയും ഗൈസ് അപ്പൊ പറയും മോനെ. അപ്പൊ നമ്മുടെ കോണ്ടിനെന്റ്സിനെ, നമ്മുടെ ലാൻഡിനെ എത്ര കോണ്ടിനെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്? 7 കോണ്ടിനെന്റ്സ് അല്ലേ? നമ്മുടെ ഇന്ത്യ ഏത് കോണ്ടിനെന്റിലാണെന്ന് അറിയാമോ? വാട്ട്സ് ദി മലയാളം മീനിങ് ഓഫ് കോണ്ടിനെന്റ്? കോണ്ടിനെന്റിന്റെ മലയാളം മീനിങ് എന്താണ് മോനെ? ടീച്ചർ ഇപ്പൊ പറഞ്ഞു, കോണ്ടിനെന്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ ഭൂഖണ്ഡങ്ങൾ എന്നാണ് അർത്ഥം. ഭൂമിയെ, നമ്മുടെ ലാൻഡിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് കോണ്ടിനെന്റ്സ് എന്ന് പറയാ.
നമ്മുടെ എർത്തിലുള്ള ലാൻഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 7 ആയിട്ടാണ്. ആ 7 ആണ് 7 കോണ്ടിനെന്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 7 ഭൂഖണ്ഡങ്ങളുണ്ട്. 7. There is 7 continents. Okay. എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? എല്ലാവരും പറയേ. എത്ര കോണ്ടിനെന്റ്സ്? Okay. There are 7 continents in our earth അല്ലേ? നമ്മുടെ എർത്തില്, നമ്മുടെ ഭൂമിയില് 7 കോണ്ടിനെന്റ്സ് ഉണ്ടല്ലേ? What are the 7 continents? ആർക്കറിയാം? What are the 7 continents അല്ലേ? അവിടെ 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? There are 7 continents. That is, അറിയാമോ ഏതൊക്കെയാണെന്ന്? ഏഷ്യ, then ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. നോക്കുക എല്ലാവരും, ടെക്സ്റ്റ് ബുക്ക് നോക്കുക. There are 7 continents. North America, Europe, Africa, Asia, South America, Australia അല്ലേ? അത്രയും. Then Antarctica. Okay. ഇത്രയുമാണ് 7 continents അല്ലേ? എത്ര ഉണ്ട്? 7 continents ഉണ്ടല്ലേ? 7 continents ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. These are the 7 continents. Okay. ആർക്കാണ് ക്ലിയർ ഇല്ലാത്തത്? ബെനീറ്റ മോളെ ക്ലിയർ ഇല്ല? ബെനീറ്റ? ഓക്കെ ഓക്കെ. ഇവിടെ ചെയ്യാം. ഓക്കെ. അപ്പോ there are 7 continents in our earth അല്ലേ? നമ്മുടെ എർത്തില് 7 continents ഉണ്ട്. What are they? Which are they? The 7 continents are North America, South America, Europe, Africa, Asia, Australia and Antarctica അല്ലേ? അപ്പൊ ഇവിടെ വേൾഡ് മാപ്പിന്റെ ഒരു പിക്ചർ ആണ് തന്നിട്ടുള്ളത്. അതിലെ നോക്കുക എല്ലാവരും. 1 to 7 നമ്പർ ഇട്ടിട്ട് കുറെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ? നോക്കുക. 1 to 7 നമ്പേഴ്സ് ഉണ്ട് അവിടെ. A to D യും ഉണ്ടല്ലേ? 1 മുതൽ 7 വരെ അവിടെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. നോക്കുക എല്ലാവരും. ആ മാപ്പിലേക്ക് ഒന്ന് നോക്കുക. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ? എല്ലാവരും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നോക്കുക. 1 to 7 അവിടെ ആ പിക്ചറിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കുക. ഇവിടെ ഉണ്ട് 1 ഉണ്ട്, ഒരു ഗ്രീൻ കളറിൽ 2 ഉണ്ട്, then യെല്ലോ കളറിൽ 3rd ഉണ്ട്, 4th ഒരു ലൈക്ക് പർപ്പിൾ കളറിൽ 4th ഉണ്ട്, 5th 6th 7th ഇങ്ങനെ കുറെ നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ട് കാണുന്നുണ്ടല്ലേ? A B C D എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെറ്റേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോ ഇത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 നമ്പർ ഇട്ടിരിക്കുന്നതൊക്കെ 1 to 7 നമ്പേഴ്സ് ഒക്കെ കോണ്ടിനെന്റ്സ് ആണ്. 7 കോണ്ടിനെന്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലേ? There are 7 കോണ്ടിനെന്റ്സ് അല്ലേ? ആ 7 കോണ്ടിനെന്റ്സ് ആണ് 1 to 7 എന്നുള്ള നമ്പർ കൊണ്ട് കാണിക്കുന്നത്. Then A to D ഉള്ളത് എന്താണ്? ഓഷ്യൻസ് ആണ് അല്ലേ? 4 ഓഷ്യൻസ് ഉണ്ട് അല്ലേ? What do you mean by ocean? Ocean എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ സിദ്ധാന്ത്? ഓഷ്യൻ എന്ന് വെച്ചാൽ എന്താണ് മോനെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. സമുദ്രങ്ങൾ അല്ലേ? അപ്പോ 7 കോണ്ടിനെന്റ്സ് ഉണ്ട്, 4 സമുദ്രങ്ങളും ഉണ്ടല്ലേ? ഓഷ്യൻസും ഉണ്ടല്ലേ? അപ്പൊ അത് നമ്മള് കണ്ടുപിടിച്ച് എഴുതാണ് വേണ്ടത്. ഓക്കെ. നമ്മൾ ആ 7 കോണ്ടിനെന്റ്സും 4 സമുദ്രങ്ങളും നോട്ട് ചെയ്തിട്ട് എഴുതണം അല്ലേ? അപ്പം 1 നമ്പർ ഇട്ടത് കണ്ടാ? 1 എന്നുള്ള നമ്പർ നോക്കി എല്ലാവരും. 1 എന്നുള്ളത് ഒരു കോണ്ടിനെന്റ് ആണ്. അത് നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കാണ് ചെയ്യേണ്ടത്. വേൾഡ് മാപ്പ് കണ്ടിട്ടുണ്ടോ? വേൾഡ് മാപ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ടോഷ്യൻ ടൈറ്റസ് എല്ലാം കണ്ടിട്ടുണ്ടല്ലേ? അപ്പോ 1 നമ്പർ ഇട്ടിരിക്കുന്നത് 7 കോണ്ടിനെന്റ്സില് ഒരു കോണ്ടിനെന്റിനെയാണ് 1 എന്നുള്ള നമ്പർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 ഉണ്ട്, 2, 3, 4, 5, 6, 7. ആ 7 നമ്പേഴ്സും 7 കോണ്ടിനെന്റ്സ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ ആ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം.
പക്ഷേ വലുതിൽ നിന്ന് തുടങ്ങി ചെറുതിലേക്ക് അല്ലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ അറിയാമോ? ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ്? അലൻ അറിയാമല്ലേ? അലൻ അറിയാമല്ലേ? അലൻ ഏതാണ് അലൻ? Which one is the largest continent on earth? നമ്മുടെ ഭൂമിയിലെ ഏറ്റവും എന്താണ് അലൻ? അറിയില്ല അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ഏഷ്യ ആണ്. നമ്മൾ ഏത് കോണ്ടിനെന്റ്സിലാണ് ജീവിക്കുന്നതെന്ന് അറിയാമോ? ഏത് കോണ്ടിനെന്റിലാണ് നമ്മുടെ രാജ്യമുള്ളതെന്ന് അറിയോ? ആരോ നേരത്തെ അറിയാമെന്ന് പറഞ്ഞല്ലോ. അതാരാണ് നേരത്തെ അറിയാന്ന് ആരോ ഒരാൾ പറഞ്ഞു? ഏഞ്ചൽ റോസ് അല്ലേ? ഏഞ്ചൽ പറയുമോളെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയും. ഓക്കെ, ഏഷ്യ അല്ലേ? വെരി ഗുഡ്. ഏഷ്യ എന്ന് പറഞ്ഞ കോണ്ടിനെന്റിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? നമ്മുടെ ഇന്ത്യ ഒക്കെ ഏഷ്യയിലാണ് ഉള്ളത്. ഏഷ്യ എന്ന് പറഞ്ഞ കോണ്ടിനെന്റിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത് അല്ലേ? അത് തന്നെയാണ് ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏഷ്യ ആണ്. 7 കോണ്ടിനെന്റ്സിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഏഷ്യ ആണ്. ദെൻ ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഈസ് ദ സ്മോളസ്റ്റ് അല്ലെ? ഏറ്റവും സ്മോൾ ആണ് ഓസ്ട്രേലിയ ആൻഡ് ഏറ്റവും ലാർജ് ആണ് ഏഷ്യ. അപ്പൊ ഏഷ്യയിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെ? ഏഷ്യയിലാണ് നമ്മുടെ ഇന്ത്യ ഒക്കെ വരുന്നത് ഏഷ്യയിലാണ്. ഓക്കെ, അപ്പോ ഇവിടെ 1 നമ്പർ ഇട്ടിട്ടുള്ളത് ഏത് കോണ്ടിനെന്റ് ആണ് എന്നാണ് എഴുതേണ്ടത് അല്ലെ? ഇതിൽ നമ്മുടെ ഏഷ്യ ഏതാന്ന് അറിയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏതാണ് ഏഷ്യ എന്ന്. ഏഷ്യ എന്ന് വെച്ചാൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ആണ് ഏഷ്യ. അപ്പൊ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഈ മാപ്പിന്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഏതാണോ അതാണ് ഏഷ്യ. ഒന്ന് എല്ലാവരും ആ പിക്ചർ നോക്കിയേ. ആ വേൾഡ് മാപ്പിന്റെ പിക്ചർ ഒന്ന് നോക്കിയേ. നോക്ക, അതിൽ ഏത് നമ്പറാണ് ഏറ്റവും വലിയതായിട്ട് തോന്നുന്നത്? ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആയിട്ട് തോന്നുന്നത് ഇതിൽ ഏതാണ്? 5 അല്ലേ? ഓക്കെ, 5 ആണ് ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അല്ലേ? കുറെ പിക്ചേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും വലിയ കോണ്ടിനെന്റ് 5 ആണ് അല്ലേ? 5 നമ്പർ ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയത്. അപ്പൊ അത് ഏതായിരിക്കും? ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ്? മുഹമ്മദ് ഷഹീൽ, which one is the largest continent on earth? ഏതാണ് മോനെ? ഏഷ്യ അല്ലേ? ഇതിൽ ഏതാണ് ഏഷ്യ? കുറെ നമ്പേഴ്സ് ഉണ്ട്, ഇതിൽ ഏത് നമ്പറാണ് ഏഷ്യനെ ഡിനോട്ട് ചെയ്യുന്നത്? 5 അല്ലേ? ഓക്കെ, 5 എന്നുള്ളതാണ് ഏഷ്യ. അപ്പോ ആ താഴെ കണ്ടോ കോണ്ടിനെന്റ്സ് എന്ന് പറഞ്ഞിട്ട് 1 to 5 നമ്പർ ഇട്ടിരിക്കുന്നത് കണ്ടോ? അതിൽ 5ന്റെ അടുത്ത് എഴുതുക. എന്തെഴുതണം? 5 എന്നുള്ള നമ്പറിന് നേരെ എഴുതുക. എന്താണ് എഴുതേണ്ടത്? ഏഷ്യ. ഓക്കെ, ഏഷ്യ എന്ന് എല്ലാവരും എഴുതുക 5ല്. എല്ലാവരും എഴുതിയോ? ഏഷ്യ എന്ന് എഴുതിയോ? അപ്പൊ ഏഷ്യ എന്താണ്? ഏഷ്യ കോണ്ടിനെന്റ്സിലെ ഏറ്റവും ഫാത്തിമ ഷഹ്മ അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഫാത്തിമ ഷഹ്മ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. Okay. What is the specialty of Asia? Which one is the largest continent on earth? ഏതാണ് മോളെ? ഏതാണ് മോളെ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ്?
Which one is the largest continent? വേഗം പറയും മോളെ. ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സ്? 7 കോണ്ടിനെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ? 7 ഭൂഖണ്ഡങ്ങളുണ്ട് നമ്മുടെ എർത്തിൽ അല്ലേ? അപ്പോ അതിൽ ഏറ്റവും ലാർജസ്റ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അത് നമ്മളിപ്പോ എഴുതുകയും ചെയ്തു. എഴുതിയില്ലേ? ഒന്ന് കാണിച്ച്, ഒന്ന് ടെക്സ്റ്റ് കാണിച്ച് മോളെ. എന്നുള്ള നമ്പറിന്റെ നേരെ എഴുതാൻ പറഞ്ഞു അല്ലേ? 5 നമ്പർ ഇട്ടിരിക്കുന്നതിന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു. ഏതാണ് മോളെ? ആ മാപ്പ് ഒന്ന് നോക്കിയേ. ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ്? അതിൽ തോന്നുന്നത് ഏതാണ്? കുറെ പിക്ചർ കാണുന്നുണ്ടല്ലേ? 5 അല്ലേ? 5ന്റെ പേര് 5 ഏത് കോണ്ടിനെന്റ് ആണെന്നാണ് പറഞ്ഞത്? 5 ഉള്ള നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ഏത് കോണ്ടിനെന്റ് ആണ് എന്നാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. What are you doing there, Shahma? Listen here, okay? ഷഹ്മ ഇതുവരെ എഴുതിയിട്ടില്ല അല്ലേ? What is a continent എന്ന് വെച്ചാൽ എന്താണ് പറയാ ബെനീറ്റ? അൺമ്യൂട്ട് ആയതാണ് മോളെ. ഒന്നുകൂടെ. ചെയ്തോ മോളെ. ഓക്കെ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യുന്നു. പറഞ്ഞോ മോളെ ബെനീറ്റ. What is a continent? ഒരു കോണ്ടിനെന്റ് എന്ന് വെച്ചാൽ സന പെൻസിൽ വായിൽ വെക്കല്ലേ സന. Listen here, okay? A continent എന്ന് വെച്ചാൽ എന്താണ്? A continent is one of the 7 divisions of land അല്ലേ? നമ്മുടെ ലാൻഡിനെ 7 divisions ആയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ? 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഏഷ്യ ആണല്ലേ? ഓക്കെ. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ഏഷ്യ ആണ്. അപ്പോ 5 എന്നുള്ളതാണ് ഈ പിക്ചറിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? 5 എന്നുള്ളതാണ് ഏറ്റവും ലാർജസ്റ്റ് അല്ലേ? അപ്പോ അതാണ് ഏഷ്യ. ഓക്കെ. ദെൻ 1 നമ്പർ ഇട്ടത് ഏതാണെന്ന് അറിയാമോ? 1 നോർത്ത് അമേരിക്ക. 1ന്റെ നേരെ എഴുതുക നോർത്ത് അമേരിക്ക. 1 നമ്പർ ഇട്ടിരിക്കുന്ന കോണ്ടിനെന്റ് ആണ് നോർത്ത് അമേരിക്ക. ഓക്കെ. അവിടെ നോക്കുക, എഴുതുക. NORTHAMERICA നോർത്ത് അമേരിക്ക. ഓക്കെ. 1ന്റെ അടുത്ത് എഴുതുക നോർത്ത് അമേരിക്ക. ഫാത്തിമ ഷഹ്മ കൃത്യം നോക്കുക, എഴുതുക. NORTH നോർത്ത് അമേരിക്ക. AMERICA എഴുതിയോ? ഏമി വീഡിയോ എന്താണ് മോളെ ഓഫ് ആക്കി വെച്ചത്? ഏമി വീഡിയോ ഓൺ ചെയ്യണേ. ഫാത്തിമ ഷഹ്മ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിട്ടാ ഉള്ളത്. വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പോ അവിടെ എഴുതുക 1 എന്നുള്ളതിന്റെ അടുത്ത് നോർത്ത് അമേരിക്ക എന്ന് എഴുതുക. തൊട്ടടുത്ത് വരുന്നത് 2 ഉണ്ടല്ലേ? നോർത്ത് അമേരിക്കയുടെ താഴെ തന്നെ 2 എന്നുള്ള ഒരു നമ്പർ ഇട്ടിട്ട് ഒരു കോണ്ടിനെന്റ് ഉണ്ടല്ലേ? അപ്പൊ അത് ഏതായിരിക്കും? മുകളിൽ വരുന്നത് നോർത്ത് അമേരിക്ക ആവുമ്പോ താഴെയുള്ളത് ഏതായിരിക്കും? നോർത്ത് അമേരിക്ക. ദെൻ ഏതായിരിക്കും മോളെ? ഓക്കെ സെൽന, സൗത്ത് അമേരിക്ക ആണല്ലേ അത്? 2 എന്നുള്ള നമ്പറിന്റെ അടുത്ത് എഴുതുക സൗത്ത് അമേരിക്ക. ഓക്കെ. ഫാത്തിമ ഷഹ്മ എഴുതുമോളെ സൗത്ത് അമേരിക്ക. 2ന്റെ അടുത്ത് എഴുതുക. ആവണി എഴുതിയോ? ആവണി സൗത്ത് അമേരിക്ക എഴുതുക 2ന്റെ അടുത്ത്. 1 നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെന്റ് ആണ്. 2 സൗത്ത് അമേരിക്ക. ഓക്കെ. ഗൈസ് എഴുതിയോ? മുഹമ്മദ് ഫവാസ് എഴുതിയ മോനെ? സൗത്ത് അമേരിക്ക എഴുതിയാ? ഓക്കെ. വേറെ ആരാണ്? ടോഷിൻ എഴുതിയില്ലേ? ടോഷിൻ ടൈറ്റസ്
Okay. South America എഴുതാ. SOUTHAMERICA. South America അല്ലേ? Then 3 ഉണ്ടല്ലേ? 3 എന്ന് കാണുന്നത് യെല്ലോ ആണല്ലേ? യെല്ലോ കളറില് 3 എന്നുള്ളത് ഉണ്ടല്ലേ? കണ്ടോ? മൂന്നാമത്തെ കോണ്ടിനെന്റിന്റെ പിക്ചർ കണ്ടോ? മാപ്പിൽ കണ്ടില്ലേ? എന്ത് കളറിലാണുള്ളത്? യെല്ലോ കളറില് ഡിനോട്ട് ചെയ്തിട്ടുണ്ടല്ലേ? യെല്ലോ കളറില്. അതാണ് യൂറോപ്പ്. യൂറോപ്പ് എന്ന് എഴുതാം 3ന്റെ അടുത്ത്. യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റ് ആണത്. ഏറ്റവും നമ്മുടെ 7 കോണ്ടിനെന്റ്സിൽ വെച്ചിട്ട് ഏറ്റവും റിച്ചസ്റ്റ് ആൻഡ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സ് ആണത്. The most richest and wealthiest continent in the world is Europe. യൂറോപ്പ് ആണ് ഏറ്റവും റിച്ചും ഏറ്റവും വെൽത്തി ആയിട്ടുള്ള കോണ്ടിനെന്റ് അല്ലേ? എഴുതുക. നമ്മള് ഏഷ്യയെ കുറിച്ച് പറഞ്ഞല്ലേ? ഏഷ്യയിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ആണ് ഏഷ്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള കോണ്ടിനെന്റും ഏഷ്യ ആണ്. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് നമ്മുടെ ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടിനെന്റ്സിലാണ്. അത് ലാർജസ്റ്റും ആണല്ലേ? മോസ്റ്റ് ലാർജസ്റ്റ് ആണ്, മോസ്റ്റ് പോപ്പുലേറ്റഡും ആണല്ലേ? ഏറ്റവും കൂടുതൽ പോപ്പുലേഷനും ഉള്ള കോണ്ടിനെന്റ് ആണ് ഏഷ്യ. രണ്ടാമത് നമ്മൾ പറഞ്ഞു നോർത്ത് അമേരിക്ക എഴുതിയല്ലേ? അത് കഴിഞ്ഞ് സൗത്ത് അമേരിക്ക എഴുതി. തേർഡ് വൺ യൂറോപ്പ് എഴുതിയല്ലേ? യൂറോപ്പ് ആണ് ഏറ്റവും റിച്ചസ്റ്റ് ആൻഡ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ആണ് യൂറോപ്പ്. ദെൻ ഫോർത്ത് വൺ അല്ലേ? ഫോർത്ത് ഏതാണ്? ഫോർത്ത് കാണുന്നുണ്ടല്ലേ? ഫോർത്ത് കണ്ടോ? ഫോർത്ത് കോണ്ടിനെന്റ് ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ടല്ലേ? അത് ഏതായിരിക്കും? ആർക്കെങ്കിലും അറിയോ ഏതാണതെന്ന്? എല്ലാവരും നോക്കുക, മാപ്പ് തന്നെ നോക്കണം കേട്ടോ. ഇപ്പോ ഫോർത്ത് എന്നുള്ള നമ്പർ ഇട്ടിട്ടുണ്ടല്ലേ? ഫോർത്ത് ആഫ്രിക്കയാണത്. ആഫ്രിക്കയാണ് കാണുന്നത്. സെൽന പറയുന്നുണ്ടല്ലേ മോളെ? ആഫ്രിക്കയാണ് അത്. ദ പുവറസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ് ഈസ് ആഫ്രിക്കയാണ് ഏറ്റവും പുവർ കോണ്ടിനെന്റ്. ഏറ്റവും റിച്ച് കോണ്ടിനെന്റ് ഏതാണ്? ഏറ്റവും റിച്ച് കോണ്ടിനെന്റ് ഏതാണ്? നജ ഫാത്തിമ, ഏറ്റവും റിച്ച് ആയിട്ടുള്ള കോണ്ടിനെന്റ് ഏതാണ് മോളെ? നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ? ആഫ്രിക്ക അല്ലല്ലോ. റിച്ചസ്റ്റ് ആൻഡ് വെൽത്തിയസ്റ്റ് കോണ്ടിനെന്റ് ആഫ്രിക്കയുടെ തൊട്ട് മുമ്പില് ഏതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്? യൂറോപ്പ്. ഓക്കെ, യൂറോപ്പ് ആണ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് ആൻഡ് വെൽത്തിയസ്റ്റ് കോണ്ടിനെന്റ് ഓഫ് ദ വേൾഡ് അല്ലേ? ഈ വേൾഡില് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ഏതാണ്? യൂറോപ്പ് ആണ്. ആൻഡ് ആഫ്രിക്ക എന്താണ്? ആഫ്രിക്ക സാമുവൽ ഷാൽവിൻ, ആഫ്രിക്ക എന്താണ് മോനെ? ആഫ്രിക്കയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മളിപ്പോ പറഞ്ഞല്ലേ? ആഫ്രിക്ക ഇസ് ദ പുവറസ്റ്റ് കോണ്ടിനെന്റ് അല്ലേ? ഏറ്റവും പുവർ ആയിട്ടുള്ള കോണ്ടിനെന്റ് ആണല്ലേ? നമ്മുടെ കോണ്ടിനെന്റ്സിൽ വെച്ചിട്ട് ഏറ്റവും പുവർ ആയിട്ടുള്ള കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക അല്ലേ? അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഇതാ തീരാൻ പോകുമെന്ന്. ഇനി 1 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അപ്പോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലേ? എല്ലാവരും വേൾഡ് മാപ്പ് നോക്കുക. വേൾഡ് മാപ്പ് എവിടെയായാലും അല്ലെ? യൂട്യൂബിലായാലും ഗൂഗിളിലായാലും, ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വേൾഡ് മാപ്പ് കാണാൻ പറ്റും. വേൾഡ് മാപ്പ് നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി കോണ്ടിനെന്റ്സ് ഏതാണ്, കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് കണ്ടുപിടിച്ചിട്ട് വരുക. ഓക്കെ, എഴുതണ്ട, റഫ് ആയിട്ടൊന്ന് എഴുതി വെച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്കിൽ എഴുതണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി എഴുതാം. ഓക്കെ ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ 4 എണ്ണം എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണം. ഈ 4 എണ്ണം നമ്മളിപ്പം പഠിച്ചു, അത് 4ഉം എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടാവണം. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ജൂലിയറ്റ് കൊതുകുണ്ട മോളെ? ഓക്കെ, ബൈ ബൈ.